ഹേ ആൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഈസി ഡൂഡിൽ ഡ്രോയിങ് ആണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ റിഫറൻസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പിൻട്രസ്റ്റിൽ നിന്നാണ്. ജസ്റ്റ് ഡൂഡിൽ ഒന്ന് അടിച്ചു നോക്കുമ്പോഴത്തേക്ക് കിട്ടിയൊരു പിക്കാണ്. മാത്രമല്ല ഇന്ന് വരച്ചിരിക്കുന്ന പിക്സൊക്കെ നമുക്ക് സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിറയെ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. അങ്ങനെ ഭയങ്കര ഈസി എന്ന് ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ അറിയാം, വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പെൻസിൽ എടുക്കുക, നൈസായിട്ടൊന്ന് വരയ്ക്കുക. ഇത് പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അങ്ങ് വരച്ചാൽ മതി. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഇനി ബ്ലാക്ക് ജെൽ പെൻ ഇട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നൈസായിട്ട് അങ്ങ് വരച്ചാൽ മതി. ഇത് കണ്ടപ്പോഴേ എനിക്ക് പെയിൻ്റ് അടിക്കണം, സ്കെച്ച് പെൻ ഇട്ട് കളർ അടിക്കണം എന്നൊക്കെ കുറേ തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത് ഡൂഡിൽ ആർട്ട് കൊളായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. കളർ അടിക്കണം, പെയിന്റ് ചെയ്യണം, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചെയ്യാം. ഞാൻ ചെയ്യാത്ത എന്ന് വെച്ചാൽ ഞാനും കളറും തമ്മിൽ ചേരാത്തതുകൊണ്ടാണ്. ഞാൻ എപ്പോൾ കളർ അടിച്ചാലും ഒന്നേ അത് പുറത്താവും, അല്ലെങ്കിൽ ഒരു കാണാനേ ഒരു ഭംഗി കാണത്തില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് മാത്രം ഞാൻ കളർ അടിക്കാത്തത്. ഇത് ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് മാത്രമാണ് എൻ്റെ എപ്പോഴത്തെ ഒരു പരിപാടി പോലെ മിനിമലിസ്റ്റിക് ആയിട്ട് അങ്ങ് ചെയ്തു വെച്ചു. ഇത് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ എപ്പോഴും വെറുതെ ഇരുന്ന് വരയ്ക്കത്തില്ലേ ഡൂഡിൽ ആർട്ട് എന്ന് പറഞ്ഞാൽ, വെറുതെ ഇരിക്കുമ്പോൾ വരയ്ക്കുന്നതൊക്കെയാണ്. അതിന് മാതിരി ഇങ്ങനത്തെ കുറേ പിക്സും കൂടെ നമുക്ക് വരയ്ക്കാം. എപ്പോഴും സ്റ്റാറും വരച്ച് കുറിക്കുന്നതിന് പകരം ഇങ്ങനത്തെ കുറച്ച് നല്ല പിക്സ് കൂടെ അങ്ങ് വരയ്ക്കാം. അങ്ങനെ നമ്മുടെ ഡൂഡിൽ ഡ്രോയിങ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഹോപ്പ് യു ആർ ലൈക്ക് ദിസ്.